ഒപ്പം ശരത് SS കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശരത്, ചിന്നു ചിലങ്ക അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിക്കുകയുണ്ടായി, റിപ്പോർട്ടറിനോട് പ്രതികരിക്കുകയുണ്ടായി. അതായത് ഒരു ധീരയായ കലാകാരി അവരനുഭവിച്ച യാതന, അതിന്റെ നേർചിത്രം വേദിയിലേക്ക് ദൃശ്യാവിഷ്കാരമായി എത്തിക്കുമ്പോൾ അതെങ്ങനെയാണ് ചിലർക്ക് അശ്ലീലമായി കാണാൻ കഴിയുക എന്ന് ചോദിച്ചു പോകേണ്ട സാഹചര്യമാണ്. എന്തായാലും അത്തരത്തിലുള്ള അധിക്ഷേപ കോമരങ്ങൾക്ക് നേരെ, സദാചാര കോമരങ്ങൾക്ക് നേരെ മുഖം തിരിച്ചു നിൽക്കാൻ തന്നെയാണ് ചിന്നു ചിലങ്കയുടെ തീരുമാനം. ശക്തമായി തന്നെ ഈ നാടകവുമായി ഇനിയും വേദികളിലേക്ക് എത്തുമെന്നും താനല്ല, തന്റെ അല്ലെങ്കിൽ വസ്ത്രധാരണമല്ല, തന്റെ രാഷ്ട്രീയമാണ് ഇവരെ എല്ലാം ചൊടിപ്പിച്ചത് എന്നുള്ള ഉത്തമ ബോധ്യം തനിക്കുണ്ടെന്നും ഉറക്കെ പറയുകയാണ് ചിന്നു. തീർച്ചയായും ആര്യ, എന്തായാലും ഈ മിസായ എന്ന നാടകം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് എത്തേണ്ടിടങ്ങളിലേക്ക് എത്തി. അതാണ് തനിക്കെതിരെ വരുന്ന സൈബർ ആക്രമണത്തിന് പ്രധാന കാരണമെന്നുള്ളതാണ് ചിന്നു ഇന്നിപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സൈബർ ആക്രമണം തന്നെ വേദനിപ്പിക്കുന്നില്ല, മറിച്ച് സന്തോഷിപ്പിക്കുകയാണ്. കാരണം താൻ ഉദ്ദേശിച്ചത് ഇതിൻ്റെ രാഷ്ട്രീയമാണ്, അത് എത്തേണ്ടിടത്തേക്ക് എത്തുകയും അത് പൊള്ളേണ്ടവർക്ക് പൊള്ളുകയും ചെയ്തു. അവരാണ് തന്നെ ഇങ്ങനെ സൈബർ എടുത്ത് അധിക്ഷേപിക്കുന്നത് എന്നുള്ളതാണ് ചിന്നു എന്തായാലും വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും സംഭവത്തിൽ ഈ നാടകം അവതരിപ്പിച്ച ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ പോലീസിൽ പരാതി നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് നാടകം ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് വളരെ മോശമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിൽ സൈബർ എടുത്ത് അത് കൊണ്ടുവന്നു. അതാണ് തന്നെ പ്രധാനമായും പരാതിക്ക് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊന്ന്, ഈ നാടകം ചിത്രീകരിക്കാനോ പ്രചരിപ്പിക്കാനോ ആർക്കും അനുമതിയില്ല. കാരണം ഇത് കോപ്പിറൈറ്റ് പ്രകാരം അതിൽ നിയമ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും. ആ രീതിയിലുള്ള പരാതികൾ കൂടി മുന്നോട്ട് വെക്കാൻ കൂടിയാണ് ഇപ്പോൾ എന്തായാലും ഈ നാടകം അവതരിപ്പിച്ച ചിലങ്ക ഫ്ലോട്ടിംഗ് തിയേറ്റർ തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ തൃശ്ശൂരിൽ നേരിട്ട് എത്തി തന്നെ പരാതി നൽകാനാവും പോവുക. എന്തായാലും അഭിഭാഷകരുമായി അവർ കൂടിക്കാഴ്ച നടത്തുകയാണ്. തീരുമാനമെടുത്ത ശേഷം പരാതിയുമായി മുന്നോട്ട് പോകും. അതേസമയത്ത് ഈ നാടകം എന്നുള്ളത് അത് കൃത്യമായ രാഷ്ട്രീയം പറയുന്നതാണ്. ആ കാണിച്ച ഒരു ഭാഗം മാത്രമല്ല നാടകം എന്നുള്ളതാണ് ചിന്നു തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് 1 മണിക്കൂറിലധികം നീണ്ട നാടകമാണ്. 4 കലാകാരന്മാർ മാത്രമാണ് ഈ നാടകത്തിൽ വ്യത്യസ്ത വേഷങ്ങളിൽ എത്തുന്നത്. ചിന്നു തന്നെ പല വേഷങ്ങൾ, ഈ 2 വേഷങ്ങൾ ഈ നാടകത്തിൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഏറെ പ്രയാസപ്പെട്ട പ്രയത്നിച്ച് ചെയ്തൊരു നാടകം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആ നാടകത്തിന് ഒരു റിസൾട്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതുണ്ടായി. അത് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് കൃത്യമായി എത്തേണ്ടിടങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ് ചിന്നു വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ എന്തായാലും ഇത്തരം രാഷ്ട്രീയ നിലപാടുമായി മുന്നോട്ട് പോകും. നേരത്തെ 8 വേദികളിൽ ഇതേ നാടകം അവതരിപ്പിച്ചിരുന്നു. അന്നൊന്നും ഉണ്ടാകാത്ത പ്രശ്നം ഇന്നിപ്പോൾ ഉണ്ടായതിന് കൃത്യമായ രാഷ്ട്രീയമുണ്ട്. അത് തന്നെ വേദനിപ്പിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും ചിന്നു വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഓക്കെ, ശരത് SS ആണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ചിന്നു ചിലങ്ക സൂചിപ്പിച്ചതുപോലെ തന്നെ തങ്ങൾ മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, തങ്ങൾ മുന്നോട്ട് വെച്ച കല അത് കൊള്ളേണ്ടവർക്ക് കൊണ്ടു എന്നുള്ളത് തന്നെയാണ് ഈ ആക്രമണങ്ങളിൽ നിന്നൂടെ മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്നത് ആണ്.